ആദ്യം തന്നെ നമുക്ക് ഗിഫ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ജേർണൽ സപ്ലൈസും കാർഡ്സും എങ്ങനെ ചെയ്തേ നോക്കാം. ഞാൻ ഫസ്റ്റ് ഗിവ് അവേൻ്റെ വീഡിയോ ഇട്ടതിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും ജേർണൽ സപ്ലൈസ് ഒക്കെ റെഡിമെയ്ഡ് ആയിരിക്കും, പക്ഷെ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. അല്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ജേർണൽ സപ്ലൈസ് ആണെങ്കിലും കാർഡ്സ് അങ്ങനെയൊക്കെയാണ് പ്രിൻ്റ് എടുക്കലാണ് പതിവ്. എന്നാൽ പുറമേക്ക് ഓർഡേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് റെഡിമെയ്ഡ് സ്റ്റിക്കേഴ്സും യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയാം. ഞാൻ 2 രീതിയിലാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കാർഡ്സിനും ടാഗ്സിനൊക്കെ ആയിട്ട് നമ്മുടെ നോർമൽ ലേസർ പ്രിൻറ്റിംഗ് ആയിട്ടുള്ള 220 GSM-ലാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അതിന് 25 രൂപയാണ്. രണ്ടാമത്തത് A3 സൈസിലുള്ള സ്റ്റിക്കർ പ്രിൻറ്റിംഗ് ആണ്. അതിന് 30 രൂപയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സ്റ്റിക്കറൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രൈസ് നന്നായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മുന്നൊക്കെ ഒത്തിരി ഓർഡേഴ്സ് ഇങ്ങനെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിരുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും പ്രിൻ്റ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ജോലിക്ക് പോകുമ്പം അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തിരക്കിട്ടിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെ പ്രൈസ് വ്യത്യാസങ്ങളുണ്ടെന്ന് അറിയാം. അങ്ങനെ ഒരു ദിവസം ഒരു ഷോപ്പിൽ പോയപ്പോൾ നമ്മുടെ സാധാ ഒരു ലേസർ ഗ്ലോസി പ്രിൻറ്റിങ്ങിന് 80 രൂപ മേടിച്ച വരെ സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തിപ്പോൾ ഇത്ര കൂടുതൽ, ചിലപ്പോൾ അവരുടെ വല്ല സ്പെഷ്യലായിട്ടുള്ള മെഷീനിലും അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിൻറ്റിങ് സ്പെഷ്യൽ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അല്ലായിരുന്നു. സാധാരണ ഈ ഒരു 25 രൂപയുടെ ലേസർ പ്രിൻറ്റിങ്ങിൻ്റെ പോലും ക്വാളിറ്റി ഇല്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അത് തിരിച്ചു കൊടുത്ത് പൈസ മേടിച്ചില്ല എന്നൊക്കെ എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരക്കിട്ട് പോകുന്ന സാഹചര്യങ്ങളിലാണ് ഇതുപോലെ അബദ്ധം പറ്റാറ്. പിന്നെ നമ്മുടെ കാര്യം എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചു. അതാണ് ഉണ്ടായത്. പിന്നെ പ്രിൻ്റബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും കാർഡ്സിൻ്റെ ടെംപ്ലേറ്റ്സ് ഒക്കെ കിട്ടുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പിൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ കസ്റ്റമൈസേഷൻ വേണ്ട സമയത്തൊക്കെ യൂസ് ചെയ്യുന്നത് ക്യാൻവ ആപ്ലിക്കേഷനാണ്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട്, അതായത് സ്മോൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. ഇപ്പോൾ പക്ഷേ അത്യാവശ്യം ഒരു ലാഗ് ഉണ്ട്. പക്ഷേ ഞാൻ നല്ല ക്ഷമയോടെ ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. വേറെ ഒരു കാര്യത്തിൽ ആ ഒരു ക്ഷമയില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ക്യാൻവേനെ വല്ലാതെ വേറെ ആപ്ലിക്കേഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത്രയും അടിപൊളി ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു സ്റ്റോറി ഇടാനായിട്ടാണെങ്കിലും തംബ്നെയിൽ സെറ്റ് ചെയ്യാനാണെങ്കിലും ഈവൻ ഞാൻ എൻ്റെ CV വരെ അതിലാണ് ചെയ്യാറ്. എല്ലാം ഞാൻ എന്തൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ക്യാൻവയിൽ ഇങ്ങനെ സംഭവം ഉണ്ടോ നോക്കും. എല്ലാം ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓൾ ഇൻ വൺ. ഇനിയൊരു ബ്രേക്ക് ടൈമാണ്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ക്രാഫ്റ്റിൻ്റെ സമയത്തൊക്കെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഇത് തന്നെയായിരിക്കും. എപ്പോഴും സ്കിപ്പ് ചെയ്യലാണ് പതിവ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഷുഗർ ക്യാരൻസ് ഈ പ്രഗ്നൻസി ടൈമിലത്തെ പോലെയാണ്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള കാർഡ്സും ജേർണൽ സപ്ലൈസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കവേഴ്സ് എങ്ങനെ ചെയ്തേ നോക്കാം. അത് ഫുള്ള് ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സമയക്കൂടുതലുകൊണ്ടാണോ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അല്ല. നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിക്കാൻ പോയ സമയത്ത് ഫ്രിഡ്ജിൽ ചോദിച്ചപ്പം പാക്കിംഗ് കവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 ഷോപ്പിലും ചോദിച്ചു. പക്ഷെ നമ്മൾ നമ്മുടെ ചെറിയ ബേബീനെയും കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും കയറി നടക്കാനുള്ള സമയവും പിന്നെ ക്ഷമയും നമുക്കൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വെച്ചു. അല്ലെങ്കിൽ എനിക്ക് ഈ ഷോപ്പിലൊക്കെ കിട്ടുന്ന സെയിം സംഭവങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അതിലൊരു ക്രീസിനെസ് ആണ്. അതൊക്കെയാണ് കാരണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ ഗിഫ്റ്റ് ബോക്സിലും ഇതേ സെയിം പോലെ തന്നെ എല്ലാ കവേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയണ്ടായില്ല. അപ്പോൾ അത്രയും തിരക്കിട്ടും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ അവസാനം ചെയ്തിട്ടുള്ള ഹാമ്പറിലൊക്കെ കാണാമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഈ എൻവലപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് OHB ഷീറ്റ്സും പിന്നെ അതുപോലെ തന്നെ ഡ്രോയിങ് ഷീറ്റ്സ് ഉണ്ട്. അത് 300 GSM ഞാൻ തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ആ ഫുൾ പാക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കവേഴ്സൊക്കെ ഒന്ന് സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബ്രാൻഡ് നെയിം സ്റ്റിക്കറൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാറ്റിലും കാണണമെന്നില്ല. കാരണം വെച്ചാൽ അത് 2 വർഷം മുന്നേ എടുത്തിട്ടുള്ള ബ്രാൻഡ് നെയിം സ്റ്റിക്കറാണ്. അതിൻ്റെ ഏകദേശം എല്ലാം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാനതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെച്ചത്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ വിന്നർ ആയിട്ടുള്ള സേറാമേരിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ആ കുട്ടി 22-ാം തീയതിക്ക് ശേഷം വീട്ടിലുണ്ടാവില്ല, 1-ാം തീയതിക്ക് ശേഷമാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ബോക്സ് ചെയ്തത് കേട്ടോ. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് ആ കുട്ടിക്കാണ്. അത് വഴിയെ പറയാം. ഈ ജേർണൽ സപ്ലൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാതും 6 പേർക്കും ഒരുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിക്കേഴ്സ് 6 പേർക്കുള്ളത് കട്ട് ചെയ്തെടുക്കണം.
നമ്മൾ ആദ്യത്തെ ഗിവ് അവേൻ്റെ വീഡിയോ ഇട്ടപ്പം അതിൽ ഒരാൾക്കുള്ള സ്റ്റിക്കേഴ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പം അതാകെ കുറേ ദിവസം ഇരുന്നിട്ട് എന്തോ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പ്രിൻ്റ് എടുത്തിട്ട് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. പ്രിൻ്റ് എടുത്ത് വന്ന ദിവസം ഒരു ഷീറ്റൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ആവേശമായിരുന്നു. പക്ഷെ പിന്നെ ഈ ഒരു 6 പേർക്കുള്ളത് കട്ട് ചെയ്തെടുക്കണതാണ് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. എനിക്ക് വേറെ പ്രോഗ്രാംസും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടി സമയം കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് ഇന്ന ദിവസത്തിനുള്ളിൽ എത്തിക്കണം എന്നുള്ള ടെൻഷനിൽ എങ്ങനെയൊക്കെയോ ചെയ്ത് വേഗം ചെയ്തെടുത്തതാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു ഭാരപ്പെട്ട പണിയായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തോന്നില്ലായിരുന്നു. ആദ്യത്തെ നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ജേർണൽ സപ്ലൈസ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടാഗ്സ് ആണ്, ക്രിസ്മസ് തീമിലുള്ള ടാഗ്സുകളാണ്. അത് ടാഗ്സ് എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ ഗിഫ്റ്റ് ടാഗ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാർഡ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം, ജേർണൽ സപ്ലൈസ് ആയിട്ട് യൂസ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ക്രിസ്മസ് ബാനറായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെ മൾട്ടി യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ക്രിസ്മസ് തീമിലുള്ള സ്റ്റാമ്പ്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ജേർണൽ സപ്ലൈസും കാർഡ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾക്കുള്ള കാർഡ്സും സപ്ലൈസും ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗം എത്തിയപ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ആയിരുന്നു. ഇതൊക്കെയാണ് സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സിലൊക്കെ വരുന്ന ഗിഫ്റ്റ് ഐറ്റംസ്. ഞാൻ ശരിക്കും വേറൊരു സംഭവമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ ഒരു അവസാന സമയത്ത് അവിടെ ചെന്ന് നോക്കിയപ്പം അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഹാൻഡ് മെയ്ഡ് ജേർണൽ ഡയറി വെക്കാമെന്നാണ്. നമുക്ക് സമയക്കുറവ് കാരണം ഞാൻ വിചാരിച്ചു കുറച്ച് ഡയറീസ് മേടിക്കാമെന്ന് റെഡിമെയ്ഡായിട്ട്. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ള കുറച്ച് ഡയറീസാണ് വെച്ചിട്ടുള്ളത്. എല്ലാറ്റിലും റെഡ് ഡയറി വെക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ റെഡ് ആകുന്ന ഒന്നേ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ ഒന്ന് ഞാൻ സ്പെഷ്യൽ ഗിഫ്റ്റിൽ ആഡ് ചെയ്തു. ബാക്കിയുള്ളവർക്ക് വൈറ്റും ഗോൾഡനും മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഫെയറി ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പാക്കൊക്കെ ചെയ്തതിന് ശേഷം നോക്കുമ്പോണ്ട് എൻ്റെ ഒരെണ്ണം എക്സ്ട്രാ ഫെയറി ലൈറ്റ്, അതായത് കുറേയൊക്കെ അയച്ചതിന് ശേഷമാണ് ആ ഒരെണ്ണം കാണുന്നത്. പക്ഷെ എനിക്ക് അറിയില്ല ആർക്കാണ് മിസ്സായിരുന്നുള്ളത്. അപ്പം ഞാൻ ചെറുതായിട്ട് വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാറ്റിലുള്ള പോലെ എനിക്ക് തോന്നി. ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയക്കുന്ന പിക്സിലും ഞാൻ നോക്കി, അപ്പോൾ അവരിലും കണ്ടില്ല. ലാസ്റ്റ് സെറാമീതിയൊക്കെയാണ്, അതായത് നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്ത കുട്ടിക്കാണ് ആ ഒരു ഫെയർ ലൈറ്റ് മിസ്സായത്. അത് ഞാൻ വീണ്ടും അത് പുറത്തേക്ക് എടുത്തിട്ട് ഒന്നുകൂടെ റീപാക്ക് ചെയ്തു. ആ ഒരു സമയത്ത് മിസ്സായതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ കുട്ടീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ചയക്കാം എന്ന്. അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, കാരണം ഞാൻ ഏറ്റവും ഫസ്റ്റ് ചെയ്തത് ആ കുട്ടിക്കായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായി. നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിവ് അവേയുടെ ഗിഫ്റ്റിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മൾ സ്റ്റോൺ ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ആ ഒരു ഗിവ് അവേ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റോൺ ചോക്ലേറ്റ് 2 എണ്ണം മേടിച്ചിട്ട് പാക്ക് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു കഴിക്കാൻ പറ്റുന്ന ആ ഒരു ടെഡി ബിയറിൻ്റെ ക്യാൻഡി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആരും വിചാരിക്കരുത് സ്റ്റോൺ ചോക്ലേറ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കിട്ടിയില്ല എന്നൊന്നും വിചാരിക്കരുത്. പകരമാണ് നമ്മൾ അത് വെച്ചിട്ടുള്ളത്. പിന്നെ എല്ലാറ്റിലും സാന്റാ ക്യാൻഡിലൊന്നും വെക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം വെച്ചാൽ 6 ഗിഫ്റ്റിലും ഒരുപോലെ തന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ. അപ്പം ഞാൻ വേറെയും കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്.
ഇതാണ് ബാക്കിയുള്ള 5 വിന്നേഴ്സിന് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പർ വന്നിട്ട്. ഇതൊക്കെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ബോക്സുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി കുറവുണ്ടായിരിക്കും. അതൊന്നും മൈൻഡ് ആക്കണ്ട, നിങ്ങൾ ഗിഫ്റ്റ് മാത്രം ഇഷ്ടപ്പെട്ടു നോക്കുക. ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയേക്കുന്നത് 300 GSMൻ്റെ ഡ്രോയിങ് ഷീറ്റും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വിൻറ്റേജ് ഷീറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ആ ഒരു വിൻറ്റേജ് ഷീറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 220 ആണ്. ഈ ഒരു 5 പേരുടെ ഗിഫ്റ്റ് ഹാമ്പറിലും മിക്സ് ചെയ്തിട്ടാണ് ഗിഫ്റ്റ് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുള്ളത്. ആർക്കും വിഷമം തോന്നാത്ത രീതിയിൽ വെച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ധാരണ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മയും ഹസ്ബൻഡൊക്കെ ഉണ്ട്. അവരും കൂടെ പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് അത് ആ ഒരു വൈകുന്നേര സമയത്ത് തീർന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴാണ് ഒരു വലിയൊരു സമാധാനം കിട്ടിയത്. കുറേ ദിവസമായിട്ട് ഇതിൻ്റെ ഒരു വലിയ ടെൻഷനിലായിരുന്നു. അപ്പോൾ ഗിഫ്റ്റൊക്കെ ലേറ്റായി കിട്ടിയ എല്ലാവരോടും സോറി പറയാണ്. എന്നുവെച്ചാൽ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു നമ്മുടെ ഫാമിലിയിലൊരു വേണ്ടപ്പെട്ട ഒരാളുടെ മരണം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഒരു ഡിലേ ഒക്കെ വന്നത്. അപ്പോൾ അതിന് ഒത്തിരി സോറി പറയുവാണ്. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഗിവ് അവേ തന്നെ ഇത്രയും അടിപൊളിയാക്കി തന്ന എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയുകയാണ്.